അപ്പോൾ ട്രയാങ്കിൾസിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. CBSE മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. In triangle ABC, P and QB points on AB and AC respectively such that PQ parallel to BC. Prove that the median AD bisects PQ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ, അതായത് ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ, അതിൽ P and Q are points on AB and AC തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? സച്ച് ദാറ്റ് PQ പാരലൽ ടു BC ആണ്. PQ പാരലൽ ടു BC ആണെങ്കിൽ പ്രൂവ് ദാറ്റ് മീഡിയൻ, ഇപ്പൊ മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയൻ വരണം. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ AD ആണ് മീഡിയൻ, കറക്റ്റ് ആയിട്ട് വരും. AD മീഡിയൻ ആവുമ്പോൾ ഇവിടെ BD ഈക്വൽ ടു DC ആയിരിക്കും, മീഡിയൻ ആയതുകൊണ്ട്. ബൈസെക്ട്സ് PQനെ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ മീഡിയൻ PQ, അതായത് ഈ ലൈൻ മീഡിയൻ ബൈസെക്ട് ചെയ്യുന്നു. ഇവിടെ PE ഈക്വൽ ടു EQ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ട്രയാങ്കിൾ ABC, പിന്നെ എന്തുണ്ട്? PQ പാരലൽ ടു BC ആണ് തന്നിട്ടുണ്ട്. AD മീഡിയൻ ആണ്. നമുക്ക് ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇവിടെ പ്രൂവ് മീഡിയൻ ബൈസെക്ട്സ് PQ, മീഡിയൻ ബൈസെക്ട്സ് PQ, അതായത് PE ഈക്വൽ ടു EQ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇവിടെ പ്രൂഫിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? PQ പാരലൽ ടു BC ആണ്. PQ പാരലൽ ടു BC ആണെങ്കിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ എന്ന് പറയാം. അതായത് ഈ ആംഗിൾ APEയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. അതായത് PQ പാരലൽ ടു BC ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ആംഗിൾ APE ഈക്വൽ ടു ആംഗിൾ ബി. അതുപോലെ പിന്നെ എന്ത് പറയാ? ആംഗിൾ AQE ഈക്വൽ ടു ആംഗിൾ C ആണ്. ഇതിന് റീസൺ കൊടുക്കാം നമുക്ക്. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ എന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ PQ പാരലൽ ടു BC ആണ്, BP ആണ് ഇവിടെ ട്രാൻസ്വേഴ്സൽ എങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആയി, കറസ്പോണ്ടിങ് ആംഗിൾസ്. അതുപോലെ ഇവിടെയും AQE ഈക്വൽ ടു ആംഗിൾ സിക്ക് ഈക്വൽ ആയി. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് അത് ഈക്വൽ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രയാങ്കിൾ, അതായത് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ APE ആൻഡ് ട്രയാങ്കിൾ ABD, ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് എന്തിപ്പോ കോമൺ ആയിട്ടുണ്ട്? ഈ രണ്ട് ട്രയാങ്കിൾ APEയും ABD എന്നുള്ള ആ രണ്ട് ട്രയാങ്കിൾ നമ്മളിപ്പോ പറഞ്ഞു. ആംഗിൾ APE ഈക്വൽ ടു ആംഗിൾ ബി ആണ്. പിന്നെ എന്തൊക്കെയാണ് അവിടെ ഈക്വൽ? അതായത് ആംഗിൾ A രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A കോമൺ. therefore by AA സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ട്രയാങ്കിൾ APE സിമിലർ ടു ട്രയാങ്കിൾ ABD. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് PE ഈക്വൽ ടു EQ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക. AE ബൈ AD ഈക്വൽ ടു PE ബൈ BD. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഇവിടെ റീസൺ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? AE ബൈ AD ഈക്വൽ ടു PE ബൈ BD എന്ന് കിട്ടി. ഇനി ഇൻ ട്രയാങ്കിൾ AQE ആൻഡ് ട്രയാങ്കിൾ ADC, ഈ രണ്ട് ട്രയാങ്കിളിലും നമ്മൾ എന്ത് പറയുന്നു? ട്രയാങ്കിൾ AQEയും ADC ആ രണ്ട് ട്രയാങ്കിളിലും
ഏതൊക്കെയാണ് ആംഗിൾ ഈക്വൽ? ആംഗിൾ എ ക്യു ഇ ഈക്വൽ ടു ആംഗിൾ സി ആണ്. അതുപോലെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾ ബൈ എ സിമിലാരിറ്റി, therefore ബൈ എ സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം? ട്രയാംഗിൾ എ ക്യു ഇ സിമിലർ ടു ട്രയാംഗിൾ എ ആണ് കോമൺ ആയിട്ടുള്ളത്, പിന്നെ ക്യു സിക്കാണ് ഈക്വൽ. അപ്പൊ ഇവിടെ ക്യു എഴുതും, ഇവിടെ സി. അപ്പോൾ എ ക്യു ഇ സിമിലർ ടു ട്രയാംഗിൾ എ സി ഡി. ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആയപ്പോൾ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷനിൽ എഴുതാം നമുക്ക്. എ ഇ ബൈ, അതായത് എ ഇ ബൈ എ ഡി, അതുപോലെ ഇതിൽ എഴുതാം എ ഇ ബൈ എ ഡി ഈക്വൽ ടു ക്യു ഇ ബൈ, നമുക്ക് ക്യു ഇ എന്നുള്ള ഭാഗമാണ് വേണ്ടത്, അപ്പോൾ ക്യു ഇ ബൈ സി ഡി. സൈഡ്സ് പ്രൊപ്പോർഷണൽ, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആവുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ. അതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ഫ്രം 1 and 2 നമുക്ക് എ ഇ ബൈ എ ഡി രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യു ഇ ബൈ, അതായത് ഇവിടെ ഫ്രം ഇക്വേഷൻ 1 and 2 എ ഇ ബൈ എ ഡി രണ്ട് ഇക്വേഷനിൽ കോമൺ ആണ്. അതുകൊണ്ട് പി ഇ ബൈ ബി ഡി ഈക്വൽ ടു ക്യു ഇ ബൈ സി ഡി എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ഇ ഈക്വൽ ടു ക്യു ഇ ആണ്. ഇവിടെ ബി ഡി സി ഡിക്ക് ഈക്വൽ ആണ്, കാരണം എ ഡി മീഡിയൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതാം ഇവിടെ? സിൻസ് ബി ഡി ഈക്വൽ ടു സി ഡി ആവുമ്പോൾ രണ്ടും നമുക്ക് എന്ത് കിട്ടും? പി ഇ ഈക്വൽ ടു, ഡിനോമിനേറ്റർ സെയിം ആയല്ലോ, അപ്പൊ പി ഇ ഈക്വൽ ടു ക്യു ഇ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എ ഡി മീഡിയൻ ആണ്, എ ഡി മീഡിയൻ ആവുമ്പോൾ ബി ഡി ഈക്വൽ ടു സി ഡി ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിപ്പോയി. അപ്പൊ പി ഇ ഈക്വൽ ടു ക്യു ഇ എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പി, അതായത് മീഡിയൻ എ ഡി പി ക്യൂനെ ബൈസെക്ട് ചെയ്യുക, ഒരു ലൈനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ഹാഫും നമ്മൾ ഈക്വൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡി ഇ എഫ് ജി ഈസ് എ സ്ക്വയർ. ഡി ഇ എഫ് ജി ഒരു സ്ക്വയർ ആണ്. ആംഗിൾ ബി എ സി ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ഡി ഇ സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഇ സി എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ബി ഡി എന്നുള്ള സൈഡ് ഇവിടെയാണ്, ഇ സി. അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറഞ്ഞിട്ട് വേണം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെങ്കിൽ അതിന് നമുക്ക് ഏതെങ്കിലും ആംഗിൾസ്, അതായത് രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എ സിമിലാരിറ്റിയിൽ ആ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡി ഇ സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഇ സി ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആംഗിൾ ഈക്വൽ ആയിട്ട് ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറയും. അതിനുവേണ്ടി ആദ്യം ഈ ട്രയാംഗിൾ ഇ സി എഫില് നമുക്കറിയാം സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ ഈ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഈ ബാക്കിയുള്ള ഈ രണ്ട് ആംഗിൾ, ഒരു ട്രയാംഗിൾ നമ്മൾ ഇ സി എഫ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, ബാക്കിയുള്ള രണ്ട് ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി, മൂന്ന് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടണം. അപ്പൊ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു 90. അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇൻ ട്രയാംഗിൾ എ ബി സി, വലിയ ട്രയാംഗിൾ നമ്മൾ നോക്കുന്നു. ഇൻ ട്രയാംഗിൾ എ ബി സിയിൽ നമ്മൾ എന്ത് പറയുന്നു? അതിൽ അതേപോലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആണ്. അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 90, ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ള ആംഗിൾ 1 ഈക്വൽ ടു 180. അപ്പോൾ ഇതിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 മൈനസ് 90 എന്നുള്ളത് 90 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഫ്രം 1 and 2 റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 1 പ്ലസ് ആംഗിൾ ബി, അതിൽ 1 ക്യാൻസൽ ആയിട്ട് ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ ബി. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ ആംഗിൾ ബി ഈ ട്രയാംഗിളിലെ ആംഗിൾ 2-ന് ഈക്വൽ ആയി. അപ്പൊ ഇനി നമുക്ക് രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യും. ട്രയാംഗിൾ ബി ഡി ജി ആൻഡ്
ട്രയാങ്കിൾ ECF. ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ 2 ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നെ എന്തൊക്കെയാണ് ഈക്വൽ? ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഇ ആണ്. അതിന് റീസൺ നമ്മൾ സ്ക്വയർ എന്ന് പറയും. കാരണം ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് DFG ഒരു സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ഡി ആംഗിൾ ഇക്ക് ഈക്വൽ ആയി. Therefore by a similarity triangle BDG similar to ഏത് ട്രയാങ്കിളിനാണ്? ബി ഏതിനാണ് ഈക്വൽ? ആംഗിൾ 2നാണ് ഈക്വൽ. അപ്പൊ ആംഗിൾ 2ന്റെ പ്ലേസിൽ എഫ്. അതുപോലെ ആംഗിൾ ഡി ഇക്കാണ് ഈക്വൽ. അപ്പൊ FEC ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ. ആംഗിൾ ഏതെല്ലാം ആംഗിളാണോ ഈക്വൽ അതിനനുസരിച്ച് പേര് സിമിലർ കൊടുക്കുക. BDG സിമിലർ ടു FEC. ബി എന്നുള്ളത് ആംഗിൾ 2ന് ഈക്വൽ ആയതുകൊണ്ട് അപ്പം ആംഗിൾ 2ൽ വരുന്നത് എഫ്. നമ്മൾ ഈ പേര് അതേപോലെ എഴുതുക, BDG എന്ന് എഴുതി. അപ്പൊ സിമിലർ നമ്മൾ ഏത് ട്രയാങ്കിളിനാണ് സിമിലർ എന്നുള്ളത് പേര് കറക്റ്റ് ആയിട്ട് എഴുതണം. ആംഗിൾ ബി ആംഗിൾ 2നായതുകൊണ്ട് എഫ് എന്ന് പറഞ്ഞു. അതുപോലെ ആംഗിൾ ഡി ആംഗിൾ ഇക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ നടുവിൽ ഡി ആണ് എഴുതിയത്. അപ്പൊ ഇവിടെ ഇ എഴുതണം. പിന്നെ GC. അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം? BD by FE equal to DG by EC. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ അതിന് റീസൺ എഴുതുക. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണലായി. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്യുമ്പോൾ BD ഇൻറ്റു EC നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? DG ഇൻറ്റു FE ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ DG ഇൻറ്റു FE ഈക്വൽ ടു BD ഇൻറ്റു EC. BD ഇൻറ്റു EC എന്നുള്ളത് കിട്ടി. DG ഇൻറ്റു FE ഈക്വൽ ടു BD ഇൻറ്റു EC. അപ്പോൾ ഇവിടെ DG എന്ന് പറയുന്നത് സ്ക്വയറിന്റെ സൈഡാണ്. FE എന്ന് പറയുന്നത് ഈ സൈഡാണ്. സ്ക്വയറിന്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം DE ഈക്വൽ ടു DG ഈക്വൽ ടു FE ഈക്വൽ ടു GF ആണ്. സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ DG FEയും നമ്മൾ എന്തെന്ന് മാറ്റി കൊടുത്തു? DE എന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ DE ഇൻറ്റു DE ഈക്വൽ ടു BD ഇൻറ്റു EC. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് DE സ്ക്വയർ ഈക്വൽ ടു BD ഇൻറ്റു EC. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ രണ്ട് ട്രയാങ്കിളും ആണ്. കാരണം BD EC വരുന്നത് കൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ആ സൈഡ്സ് മാറ്റി കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. In triangle ABC, AD perpendicular to BC such that AD square equal to BD into CD. Prove that ABC is right angle at A. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഗിവൺ നമുക്ക് എന്തൊക്കെ ഗിവൺ? ട്രയാംഗിൾ ABC AD പെർപെൻഡിക്കുലർ ടു BC ആണ്. അതുപോലെ AD സ്ക്വയർ ഈക്വൽ ടു BD ഇൻറ്റു CD. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ടു പ്രൂവ് ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ പ്രൂഫിൽ ഇൻ ട്രയാംഗിൾ, അതായത് നമുക്ക് ഇവിടെ അറിയാം AD പെർപെൻഡിക്കുലർ ടു BC ആണ്. AD പെർപെൻഡിക്കുലർ ടു BC ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ ട്രയാംഗിൾ ADB ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ഇൻ ട്രയാംഗിൾ ABD അതിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ കഴിയും. AB സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. അപ്പോൾ അത് പൈതഗോറസ് തിയറം ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. പൈതഗോറസ് തിയറം യൂസ് ചെയ്തപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സൈഡ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമ്മൾ എഴുതി. അതിനുശേഷം ഇൻ ട്രയാംഗിൾ ACD അതിലും അതേപോലെ തന്നെ AC സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? DC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇനി
1ഉം 2ഉം ആഡ് ചെയ്യുക. 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ AB² പ്ലസ് AC² ഈക്വൽ ടു, ഇവിടെ നമുക്ക് AD² പ്ലസ് AD² എന്നുള്ളത് 2AD² എന്ന് കിട്ടും, പ്ലസ് BD² പ്ലസ് DC². ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് BD² പ്ലസ് DC², അതായത് BD പ്ലസ് DC എന്ന് പറയുന്നത്, അപ്പോൾ BD പ്ലസ് DC എന്ന് പറയുന്നത് എന്താണ്, അതായത് ഹോൾ സ്ക്വയർ, BD പ്ലസ് DC ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് BD² പ്ലസ് DC² പ്ലസ് 2BD ഇൻറ്റു DC ആണ്. അതായത് നമുക്ക് ഇത് AB² പ്ലസ് AC² ഈക്വൽ ടു BC² എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആംഗിൾ A 90 ഡിഗ്രി ആണെന്ന് പറയാം. അതായത് ഹൈപ്പോടെന്യൂസ് സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയിരിക്കും വലിയ ആംഗിൾ, ഒരു ട്രയാംഗിൾ. അപ്പൊ BC ഒരു ഹൈപ്പോട്ടനസ് സൈഡ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും, ഇത് 90 ഡിഗ്രിയിലാണെന്ന് പറയാൻ കഴിയും. ആംഗിൾ A 90 ഡിഗ്രി ആണെന്ന് പറയാം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്കിപ്പോൾ AB² പ്ലസ് AC², AB² AC² കിട്ടി. അത് ഇവിടെ 2AD² പ്ലസ് BD² പ്ലസ് DC². അപ്പൊ ഇതിനെ മാറ്റണം, ഇതിലേക്ക് എത്തിക്കണം, BC എന്നുള്ളതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, BD പ്ലസ് DC ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് ഇത് BD² പ്ലസ് DC² പ്ലസ് 2BD ഇൻറ്റു DC ആണ്. ഇതിൽ BD ഇൻറ്റു DC ഏതാണ് നമുക്ക് തന്നിട്ടുണ്ട്, BD ഇൻറ്റു CD എന്ന് പറയുന്നത് AD² ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം, BD² പ്ലസ് DC² പ്ലസ് 2 ഇൻറ്റു ഇവിടെ AD² എന്ന് എഴുതാൻ കഴിയും. BD² പ്ലസ് DC² പ്ലസ് 2AD² ആണ്. ഏത്, ഇത് BD പ്ലസ് DC ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. BD ഇൻറ്റു DC എന്ന് പറയുന്നത് കിട്ടിയത് സിൻസ് AD² ഈക്വൽ ടു BD ഇൻറ്റു DC ആണ്. BD ഇൻറ്റു DC ആണെങ്കിൽ ഈ BD ഇൻറ്റു DCനെ നമ്മൾ എന്ത് ചെയ്തു, AD² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ പറയാം, AB² പ്ലസ് AC² ഈക്വൽ ടു BD പ്ലസ് DC ഹോൾ സ്ക്വയർ ആണ്. കാരണം അത് നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടില്ല, BD² പ്ലസ് DC² പ്ലസ് 2AD² ആണ്. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനും പകരം നമ്മൾ എന്ത് കൊടുത്തു, BD പ്ലസ് DC ഹോൾ സ്ക്വയറിന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ AB² പ്ലസ് AC² ഈക്വൽ ടു, ഇവിടെ BD പ്ലസ് DC എന്ന് പറയുന്നത് എന്താണ്, BC. അപ്പോൾ BC² എന്ന് കിട്ടി. Therefore by converse of Pythagoras theorem, കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം നമുക്ക് എന്ത് പറയാം, ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പറയാം. കാരണം ഹൈപ്പോടെന്യൂസ് സൈഡ് BC ആണ്, ലാർജസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആയിരിക്കും ആ ട്രയാംഗിളിലെ വലിയ ആംഗിൾ. അപ്പോൾ ആംഗിൾ A 90 ഡിഗ്രി, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ABC ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് A. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.